ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കടായാണ് കേട്ടോ. പൊറാട്ടൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. അപ്പം നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുക്കറിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നതിന് പകരം ഞാൻ കുരുമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കൂടുതൽ എരിവ് മക്കൾ കഴിക്കാനുള്ളതുകൊണ്ട് കൂടുതൽ എരിവ് പറ്റാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് വേവിച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ബീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ഒരു പാന് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. തീ കുറച്ച് വെച്ചിങ്ങാണ്ട് വേണം അതൊന്ന് മൂപ്പിച്ചെടുക്കാണ്ട് കരിഞ്ഞു പോകരുത്. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് വെള്ളം മാറ്റി വെച്ചിട്ട് വെന്ത ഇറച്ചി മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കട്ടോ. ഒന്ന് മൊരിഞ്ഞ് വരുന്നൊരു പാകത്തിലാക്കി എടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ഒരു വലിയ ഉള്ളി നമ്മൾ കടായിക്കൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞുകൊണ്ട് അതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കട്ടോ. തീ സിമ്മിലിട്ടിട്ട് അപ്പോഴത്തേനും നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് താളി വരും. കൂടുതൽ എന്താ പറയുക താളിങ്ങാണ്ട് പോകണ്ട. അതുകൊണ്ടാണ് കുറച്ച് നേരം വെച്ചാൽ മതി. കാരണം ഉള്ളി കടിക്കുമ്പോൾ രസമാണല്ലോ, കടായിലൊക്കെ ഉള്ളി ഉണ്ടാവുമല്ലോ. എന്നിട്ട് നമ്മളത് തുറന്ന് അതിൻ്റെ വെള്ളം അതിലോട്ട് തന്നെ ആക്കി കൊടുക്കട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുക. കൂടുതലാവരുത് കേട്ടോ സോയ സോസ്, നമുക്കൊരു ഇത്തിരി മതി. അളവൊന്നും എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഒരു കൈ അളവിന് ചെയ്യുന്നതാണ്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് പക്ഷേ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ മാറ്റി വെച്ചിരുന്നല്ലോ, ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. കൂടെ നമുക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി എന്താ പറയുക കലക്കി ഒഴിച്ച് കൊടുക്കട്ടോ. അതൊന്ന് കുറുങ്ങനൊരു കടായിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് തീ സിമ്മിലിട്ടുകൊണ്ട് നമുക്കത് അടച്ച് വെച്ചുകൊണ്ട് ഒന്ന് തിളപ്പിക്കട്ടോ. കൂടെ പിന്നെ നമ്മൾ ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടോ. അടയ്ക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടെല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് തീ സിമ്മിലിട്ടുകൊണ്ട് അടച്ച് വെച്ചാൽ മതി. കാരണം കോൺഫ്ലവർ ഇട്ടുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം തീ സിമ്മിലിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ അടച്ച് വയ്ക്കുക. പാത്രം അടച്ച് വെച്ചതിന് ശേഷം പിന്നെ തുറന്ന് നമുക്കൊന്ന് ഇളക്കി ഗ്യാസൊക്കെ ഓഫാക്കട്ടോ. അപ്പം നമ്മളത് ആ കടായിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, അടിപൊളി ടേസ്റ്റ് ആട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.